ഹലോ, ഐ എം ദിവ്യ എസ്. ഇന്നലെയായിരുന്നു എൻ്റെ DH എക്സാം. ഞാൻ പാസ്സായി. DH എക്സാം കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഫയൽസിലെ എല്ലാ ക്വസ്റ്റ്യൻസൊന്നും ചോദിച്ചിരുന്നില്ല. പക്ഷെ എന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരുന്നു. റീസെൻ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെയൊക്കെയാണ് ചോദിച്ചിരുന്നത്. ആപ്പിലെ ക്ലാസ്സുകളെല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. തിയറി ക്ലാസ്സുകളെല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന പോയിന്റ്സ് എല്ലാം ഞാൻ നോട്ട് ചെയ്തുകൊണ്ടും അത് മാത്രം പഠിച്ചതുകൊണ്ടും എനിക്ക് എക്സ്ട്രാ എക്സാമിന് ഫോക്കസ് ചെയ്യാൻ പറ്റി. ദെൻ ആപ്പിലുള്ള ടെസ്റ്റുകളെല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം മോക്ക് ടെസ്റ്റ് ആയാലും അതിൽ നിന്ന് തന്നെ 2-3 ഫയൽസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ഫയൽസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നുള്ളൂ. പക്ഷെ എന്നാലും അതൊക്കെ മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൾസോ സ്പെഷ്യൽ താങ്ക്സ് ടു ആദിത്യ മാം ആൻഡ് മെഹനാസ് മാം. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് അവറിൽ നല്ല റഷിലായിരുന്നു. ഫയൽസ് ഒന്നും എന്താ പറയാ അത്രയ്ക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. എല്ലാ ഹെൽപ്പും അപ്പോൾ ആൻസർ ചെയ്ത് തന്നതിന് താങ്ക് യു. എക്സാമിനെ കുറിച്ച് പറയുകയായിരുന്നെങ്കിൽ എനിക്ക് കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടായി തോന്നി. ദെൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു വളച്ച് ചുരുക്കി പറയുന്ന പോലെയായിരുന്നു. അതായത് ഒരുപാട് ഡാറ്റാസ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആ ഡാറ്റാസ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആകെ ഒരു സെൻറ്റൻസിൽ നമുക്ക് ആൻസർ കിട്ടുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറേയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാത്തതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അറ്റംപ്റ്റ് ചെയ്താൽ മതി. അത് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഞാൻ 3/4 മണിക്കൂറിനുള്ളിൽ എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിരുന്നു. അതിനുശേഷം കാൽക്കുലേഷനാണ് എനിക്ക് അത്രയും സമയം പോയത്. മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യാനാണ് എനിക്ക് ആ സമയം പോയത്. അത് കഴിഞ്ഞ് ഒന്ന് റിവൈസ് ചെയ്തത് നല്ലതാണ്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയുന്നതല്ല അപ്പോൾ ആൻസർ ചെയ്തിട്ട് പോയിട്ട് ഒട്ടും ബുദ്ധിമുട്ട് കുറേ നേരം വായിക്കാൻ സമയം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ടിട്ട് എക്സാമിൻ്റെ അവസാനം പോയി അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്.